ഒരു 5 വർഷം മുമ്പാണ് വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ് തുടങ്ങിയ കൺട്രീസ് ആവും ആ ടോപ്പ് ലിസ്റ്റിൽ ഉണ്ടാവുക. എന്നാൽ കഴിഞ്ഞ ഒരു 3-4 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഒത്തിരി സ്റ്റുഡൻസ് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെ അഫോർഡബിൾ ഓർ ചീപ്പർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കുന്ന സിമിലർ ഫീസ് റേഞ്ചിൽ യൂറോപ്പിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം തേടുന്ന ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടായി വന്നേക്കുന്നത്. സോ നിങ്ങൾ ഒരു ചീപ്പർ ഓർ അഫോർഡബിൾ ഓർ ഫ്രീ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രീസ്, അതിനുള്ള ബെസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ്, ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റോ പേരൻറ്റോ ആണെങ്കിൽ ദെൻ ദിസ് വീഡിയോ ഈസ് ഐഡിയൽ ഫോർ യു. ബൈ ദ വേ, ഈ ചാനലിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം വിസിറ്റർ ആണെങ്കിൽ താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ. ഐ എം അഭിൻ. ഐ ഹെൽപ്പ് സ്റ്റുഡൻസ് ടു മേക്ക് വൈസർ ആൻഡ് സ്മാർട്ടർ സ്റ്റഡി അബ്രോഡ് ഡിസിഷൻസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂറോപ്പിൽ ഫ്രീ ഓർ ചീപ്പർ ഓർ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പ് 10 ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചാണ്. സോ ഈ ഒരു ടോപ്പ് 10 ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള പാരാമീറ്റേഴ്സ് ഫസ്റ്റ് ഈസ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. കാരണം ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ അത് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. സെക്കൻഡ്, എന്നാൽ ഇത് അഫോർഡബിൾ ആയിരിക്കണം. തേർഡ്, ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, വിദേശത്ത് പോകുമ്പോൾ സ്റ്റുഡൻറ്റ് വിസ സക്സസ് റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാരാമീറ്ററാണ്. ഫസ്റ്റ് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ജർമ്മനി. ബാച്ചിലേഴ്സ് ലെവലിലും മാസ്റ്റേഴ്സ് ലെവലിലും ജർമ്മൻ ടോട്ടും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസും ജർമ്മനിയിൽ നിരവധി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള എക്കണോമിയാണ് ജർമ്മനിയിലുള്ളത്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസും ബാച്ചിലർ ലെവലിലും കൂടുതലും മാസ്റ്റേഴ്സ് ലെവലിലും അവൈലബിൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അതും ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് കേവലം ഒരു 500 to 700 യൂറോ മാത്രം സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ട് പേ ചെയ്തുകൊണ്ട് ഇത്രയും വേൾഡിലത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ അറ്റ് ദ സെയിം ടൈം ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻ ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഈ ലിസ്റ്റിലുള്ള കൺട്രി ഫ്രാൻസ് ആണ്. യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി. ഫ്രാൻസിൽ ബാച്ചിലർ ലെവലിലും മാസ്റ്റേഴ്സ് ലെവലിലും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസിൽ നിരവധി പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പലതും ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. കൂടുതലും മാസ്റ്റേഴ്സ് ലെവലിലാണ് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാച്ചിലേഴ്സിന് ഓൺ ആൻ ആവറേജ് 2700 യൂറോ പെർ ഇയർ ആണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. മാസ്റ്റേഴ്സിന് ഓൺ ആൻ ആവറേജ് 3700 യൂറോസ് ആണ് ആനുവൽ ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. സോ ഫ്രാൻസ് ഹയർ എഡ്യൂക്കേഷനും ഈവൻ സെറ്റിൽമെൻറ്റിന് പോലും ഇന്ത്യൻ ഗവൺമെൻറ് ആയിട്ടുള്ള ടൈസിൻ്റെ ഒക്കെ കാര്യത്തിൽ പോലും ഒത്തിരി മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സോ ഫ്രാൻസ് ഈസ് ഗോൺ ബി എ ബെസ്റ്റ് ഓപ്ഷൻ. തേർഡ് യൂറോപ്യൻ കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ഇറ്റലി. ഇറ്റലിയെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് ഫെരാരി, ഫിയറ്റ് തുടങ്ങിയ കാർ കമ്പനീസ് ആയിരിക്കും. എന്നാൽ അത് മാത്രമല്ല, ഇറ്റലി യൂറോപ്പിലെ ഒരു നല്ലൊരു എക്കണോമിയാണ്. ഡിക്ലൈനിങ് പോപ്പുലേഷനാണ്, അതായത് പോപ്പുലേഷൻ ജനനനിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കൺട്രീസിലൊന്നാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ദ സെയിം ടൈം സെറ്റിൽമെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസും നല്ലപോലെ ഉള്ളൊരു കൺട്രിയാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, നമ്മുടെ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ന് ലോകത്തിൽ മൊത്തം ഫോളോ ചെയ്യുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിലുള്ള യൂണിവേഴ്സിറ്റീസിൽ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ളതും ഇറ്റലിയിലാണ്. ഏകദേശം ബാച്ചിലർ ലെവലിലും മാസ്റ്റേഴ്സ് ലെവലിലും നിരവധി പ്രോഗ്രാംസ് ഇംഗ്ലീഷ് ടോട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ബാച്ചിലേഴ്സ് ലെവലിൽ അറൗണ്ട് ഒരു 900 to 4000 യൂറോ വരെയാണ് ആനുവൽ ഫീസ് വരുന്നത്. ഇനി മാസ്റ്റേഴ്സ് ലെവലിൽ 500 യൂറോ തുടങ്ങി ഒരു 4500 യൂറോ വരെയാണ് മാസ്റ്റേഴ്സ് ലെവലിലും ആനുവൽ ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. ഇതിനോടൊപ്പം അനവധി റീജിയണൽ ലെവലിലുള്ള സ്കോളർഷിപ്സും അത് ലിവിങ് എക്സ്പെൻസ് വരെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കോളർഷിപ്സും ഇറ്റലിയിൽ അവൈലബിൾ ആണ്. സോ ഇറ്റലി ഈസ് ദ തേർഡ് ബെസ്റ്റ് ഓപ്ഷൻ ഇൻ ദിസ് ലിസ്റ്റ്. ഫോർത്ത് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ഓസ്ട്രിയ. ജർമ്മനിയുടെ നെയ്ബറിങ് കൺട്രിയാണ്, നല്ല സ്ട്രോങ് എക്കണോമിയാണ്, ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷനാണ് ഓസ്ട്രിയ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാച്ചിലർ ലെവലിലാണെങ്കിലും മാസ്റ്റേഴ്സ് ലെവലിലാണെങ്കിലും അനവധി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ഉണ്ട്. ബാച്ചിലർ ലെവൽ പ്രോഗ്രാം 3 ഇയറേ ഉള്ളൂ. മാസ്റ്റേഴ്സ് ലെവലിൽ 1 to 2 ഇയർ ഡ്യൂറേഷനാണ് വരുന്നത്. ഓസ്ട്രിയയെ പറ്റി ഒത്തിരി സ്റ്റുഡൻസിന് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഹയർ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. അത് ഒരു കാര്യം കൂടെ അതിനകത്ത് എടുത്ത് പറയേണ്ടതുണ്ട്, ഓസ്ട്രിയയിൽ ചില യൂണിവേഴ്സിറ്റീസിൽ IELTS വെയ്വറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഓസ്ട്രിയ ഈസ് എമംഗ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ യൂറോപ്പ് ഫോർ അഫോർഡബിൾ എഡ്യൂക്കേഷൻ. ഫിഫ്ത്ത് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ലക്സംബർഗ്. ലക്സംബർഗിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ, പക്ഷേ അതൊരു 1.5 പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെയാണ്. അത്രയും റിസർച്ച് ഫണ്ടിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ്സും എല്ലാം വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലക്സംബർഗ്. ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ
ട്യൂഷൻ ഫീസ് അറൗണ്ട് ഒരു €500 പെർ ആനമേ വരുന്നുള്ളൂ. ബട്ട് ലൈഫ് സെറ്റാണെന്ന് തന്നെ വേണേൽ പറയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉള്ള വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രീസ് ആണ് ലക്സംബർഗ്. സോ അതുപോലെ തന്നെ ഷെങ്കൻ വിസയാണ്. സോ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ദെൻ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. സോ ലക്സംബർഗ് ഈസ് അനദർ ബെസ്റ്റ് ഓപ്ഷൻ ഇൻ യൂറോപ്പ്. ലക്സംബർഗിനെ പറ്റി നമ്മൾ ഇൻഡെപ്ത് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് ലക്സംബർഗ് തീർച്ചയായിട്ടും ആ വീഡിയോ എക്സ്പ്ലോർ ചെയ്യാം. 6th കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് മാൾട്ട. മറ്റ് യൂറോപ്യൻ കൺട്രീസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാൾട്ടയെ വ്യത്യസ്തമാക്കുന്ന മേജർ തിങ്, മാൾട്ടയിൽ ഇംഗ്ലീഷ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അതുമാത്രമല്ല മാൾട്ട ഫോളോ ചെയ്യുന്നത് UK ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. സോ അതുകൊണ്ട് തന്നെ UK ട്രാൻസ്ഫർ ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ UK എഡ്യൂക്കേഷൻ്റെ ഓൾമോസ്റ്റ് ഒരു 50 to 60% കോസ്റ്റിൽ മാൾട്ടയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഗ്ലോബലി അക്സെപ്റ്റഡ് ആ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെ വാല്യൂ പ്ലസ് ഓപ്പർച്യൂണിറ്റീസും മാൾട്ടയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് കിട്ടും, പ്രൊവൈഡഡ് വേണ്ട രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ. മാൾട്ടയിൽ നേഴ്സിംഗ് പോലുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാം, ഹോസ്പിറ്റാലിറ്റി, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് തുടങ്ങിയ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ബാച്ചിലേഴ്സ് ലെവലിലും മാസ്റ്റേഴ്സ് ലെവലിലും. പ്രത്യേകിച്ച് UK സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ 1 year മാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡിപ്ലോമ, PG ഡിപ്ലോമ പോലുള്ള പ്രോഗ്രാംസും മാൾട്ടയിൽ അവൈലബിൾ ആണ്. സോ മാൾട്ടയിൽ അറൗണ്ട് ഒരു 7.5 to 8.5 lakh ട്യൂഷൻ ഫീസിൽ 1 year മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. സോ ഇന്ത്യയിലത്തെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബാംഗ്ലൂരോ ചെന്നൈയിലോ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ഫീസ് റേഞ്ച് ആവും. സോ ആ ഒരു ഫീസ് റേഞ്ചിൽ ഒരു ഓവർസീസ് കൺട്രിയിൽ വിത്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദെൻ മാൾട്ട ഈസ് എ ടോപ്പ് നോച്ച് ഓപ്ഷൻ ഫോർ യു. മാൾട്ടയെ പറ്റി ഒരു ഇൻഡെപ്ത് വീഡിയോ പ്രിപ്പയർ ചെയ്യണം എന്ന് കുറച്ചധികം സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വൺസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ഹംഗറി. നിരവധി പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, അതും ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് എന്നാൽ വിത്ത് MOE പഠിക്കാൻ ഓപ്ഷൻ ഉള്ള ഒരു കൺട്രിയാണ് ഹംഗറി. ഹംഗറി നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, വളരെ അഫോർഡബിൾ ആണ്. എന്ന് വെച്ചാൽ ലിവിങ് എക്സ്പെൻസ് വളരെ മിനിമത്തിൽ തന്നെ നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കൺട്രിയാണ്. എന്നാൽ പ്രത്യേകിച്ചും പബ്ലിക് യൂണിവേഴ്സിറ്റി ലെവലിൽ ഈവൻ പ്രൈവറ്റിൽ പോലും നിരവധി ടോപ്പ് റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചില പർട്ടിക്കുലർ സബ്ജക്റ്റ് വൈസ് റാങ്കിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസൊക്കെ വേൾഡിലത്തെ ടോപ്പ് 500 തന്നെ വരുന്ന ഒരു കൺട്രിയാണ് ഹംഗറി. ഹംഗറിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ട്യൂഷൻ ഫീസ് ഏകദേശം ഒരു 3,000 to ഒരു 5,000 euro പെർ സെമസ്റ്റർ ആണ് വരുന്നത്. സോ അതിനോടൊപ്പം തന്നെ ഹംഗാറിയൻ സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞ ഒരു സ്കോളർഷിപ്പിനും കൂടെ സ്റ്റുഡൻറ്റിന് അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. സോ അതിനും കൂടെ എലിജിബിൾ ആവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രീ എഡ്യൂക്കേഷനായിട്ട് ഹംഗറിയിൽ പഠിക്കാനുള്ള ഓപ്ഷനുണ്ട്. 8th കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ലിത്വാനിയ. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ലിത്വാനിയയ്ക്ക് ഓൾമോസ്റ്റ് 100% വിസ സക്സസ് റേറ്റ് ആണുള്ളത്. അതും TRP വിസയാണ്. ഈ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ TRP അതായത് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ആ രാജ്യത്ത് ചെന്ന് വേണം എടുക്കേണ്ടത്. എന്നാൽ ലിത്വാനിയയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ TRP വിസയായിട്ട് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബാച്ചലർ ലെവലിലും മാസ്റ്റേഴ്സ് ലെവലിലും ഫുൾ ടൈം വർക്ക് പെർമിറ്റ്, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അപ് ടു ഒരു 40 hours പെർ വീക്ക് തന്നെ വർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. ഇനി കമ്മിങ് ടു എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റ്, നല്ല ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെ ലിത്വാനിയയിൽ അവൈലബിൾ ആണ്. അത് എലിജിബിൾ സ്റ്റുഡൻസിന് അപ് ടു 100% ഫ്രീ എഡ്യൂക്കേഷൻ വരെ പോസിബിലിറ്റിയും ലിത്വാനിയൻ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആണ്. ഇനി സ്കോളർഷിപ്സിന് എലിജിബിൾ ആയില്ലെങ്കിൽ പോലും ഒരു 3,000 to 5,000 euro പെർ ഇയർ ആണ് ആവറേജ് ട്യൂഷൻ ഫീസ് വരുന്നത്. സോ അത് ഇന്ത്യയിൽ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ ഫീസ് ലിത്വാനിയ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല മിക്ക യൂണിവേഴ്സിറ്റിയും വളരെ സബ്സിഡൈസ്ഡ് റേറ്റിൽ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ലിത്വാനിയയിലെ പല യൂണിവേഴ്സിറ്റീസും ടോപ്പ് റാങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തുന്നത് ഡെൻമാർക്ക്, സ്വീഡൻ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ കൺട്രീസിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടാണ്. സോ ആ ഓപ്പർച്യൂണിറ്റിയും ലിത്വാനിയൻ യൂണിവേഴ്സിറ്റീസിലുള്ള സ്റ്റുഡൻസിന് അവൈൽ ചെയ്യാൻ ഒന്നൊന്നര ഓപ്പർച്യൂണിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 9th കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ലാറ്റ്വിയ. ലിത്വാനിയയുടെ നെയ്ബറാണ്. സോ ഓൾമോസ്റ്റ് ഒരു സിമിലർ സെറ്റ് ഓഫ് കൾച്ചറൽ വാല്യൂസ് ആണ് ലിത്വാനിയായിട്ട് അത് ഷെയർ ചെയ്യുന്നത്. ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയാണ്. സോ ലാറ്റ്വിയയിൽ ലിത്വാനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും നമ്പർ ഓഫ് ടോപ്പ് റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലെങ്കിലും
ഒരു 3-4 നല്ല പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ലാറ്റ്വിയയിലും അവൈലബിൾ ആണ്. അറൗണ്ട് ഒരു 3000 to ഒരു 4500 യൂറോ പെർ അനം ഫീസ് റേഞ്ചിൽ ലാറ്റ്വിയയിലും പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ലാറ്റ്വിയയിലും കമ്പാരിറ്റീവ്ലി നല്ല വിസ സക്സസ് റേറ്റ് ഉള്ള ഒരു കൺട്രി തന്നെയാണ്. സോ ലാറ്റ്വിയ ഈസ് എമംഗ്സ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ യൂറോപ്പ് ഫോർ അഫോർഡബിൾ എഡ്യൂക്കേഷൻ. 10th ആൻഡ് ഫൈനൽ കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് പോളണ്ട്. പോളണ്ടിനെ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യണ്ടേന്ന് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം രണ്ടാണ്. കാരണം ഒരു സൈഡിൽ പോളണ്ട് ഒരു ബൂമിങ് എക്കണോമിയാണ്. ഏകദേശം 60,000 ടെക് കമ്പനീസാണ് നല്ല ഗ്രോത്ത് റേറ്റിൽ പോളണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ 10 യൂണിക്കോൺ കമ്പനീസിൻ്റെ പ്രസൻസും പോളണ്ടിലുണ്ട്. ബട്ട് ഓൺ ദി അതർ സൈഡ് പോളണ്ടിലേക്ക് വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ചലഞ്ചിങ് ആണ്. അറ്റ് ദ സെയിം ടൈം പോളണ്ടിൽ വിസ ഇൻ്റർവ്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റുഡൻസിന് മാത്രമേ പോളണ്ട് വിസ സക്സസ് റേറ്റും കിട്ടുന്നുള്ളൂ. സോ ഇത് രണ്ടും കൂടെ നോക്കിയിട്ടും എനിക്ക് പോളണ്ട് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കാൻ തോന്നിയില്ല. സോ ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, പോളണ്ടിൽ ഏകദേശം ഒരു 900 യൂറോ തൊട്ട് ഒരു 3000 യൂറോ വരെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വളരെ അഫോർഡബിൾ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഗ്രാംസും പോളണ്ടിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോളണ്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദെൻ പോളണ്ട് ഈസ് ഓൾസോ എമംഗ്സ് ദ ബെസ്റ്റ് ഓപ്ഷൻസ്. നിങ്ങൾ വിദേശത്തേക്ക് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സീരിയസ് സ്റ്റുഡൻറ്റോ പേരൻറ്റോ ആണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ്. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചോ അതുപോലെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ കൺട്രി ബേസോ ഒരു കോഴ്സ് ബേസോ ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ റൈറ്റ് നൗ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.